ഞാനിവിടെ ഇപ്പോൾ അലക്ക് സോപ്പ് ഉണ്ടാക്കാനാണ് പോണത്. ഈ അലക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് വേണ്ടിയിട്ട് ഞാൻ സമസ്തൻ്റെ അലക്ക് സോപ്പ് കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് അലക്ക് സോപ്പ് കിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കടയിലൊക്കെ കിട്ടും, വാങ്ങാൻ കിട്ടുന്നത്. ഇപ്പോൾ നമ്മളെ ചെറുകിട കടയിൽ പോലും ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അലക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ അത് ഏതറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഇത് പൊട്ടിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇതിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ള. പക്ഷേ കൈമലാവാതെ ശ്രദ്ധിക്കണം. അതേപോലെ ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ വീട്ടിലില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇത് ക്ലാസിക് സോഡയാണ്. ഞാൻ കാണിച്ചു തരാം. അതിൽ ഇതേപോലെ ഒരു പേപ്പർ ഉണ്ടാവും. അപ്പോൾ ഇതിൽ തന്നെ കംപ്ലീറ്റും എഴുതി കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഉള്ള. അപ്പോൾ ഏത് അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ഇതിലുള്ള സാധനങ്ങളാണിത് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി പിന്നെ ഇതിലേക്ക് ആവശ്യമായ എണ്ണ എല്ലാ അളവും ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ 7 സാധനങ്ങളാണ് ഇതിലുള്ളത്. അത് ഞാൻ കംപ്ലീറ്റും പുറത്തേക്ക് എടുത്ത് വെക്കട്ടെ. പിന്നെ ഈ പൊട്ടിച്ച കവറുണ്ടല്ലോ, ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ഓരോ യൂസ് ചെയ്ത സാധനങ്ങളും അപ്പം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അത് കൈമലാക്കാനൊന്നും നിൽക്കരുത്. നിങ്ങളെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടല്ല ചെയ്യണത്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട് അലൂമിനിയം പാത്രത്തിൽ യൂസ് ചെയ്യാനേ പാടില്ല. സ്റ്റീലിൻ്റെ പാത്രത്തിലോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ ആണ് നമ്മൾ ഇത് ചെയ്തെടുക്കുക. നമ്മൾ ഈ എല്ലാ ഐറ്റംസും ഇതിൽ 5 ഇതുണ്ട്. പിന്നെ 7 വീതം എന്ന് പറഞ്ഞത് ഇതിനൊരു പാത്രത്തിന് 700 ഗ്രാം വെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു അളവുള്ള ഒരു കപ്പാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 700 ഗ്രാം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊരു അളവുള്ള കപ്പാണ്. ഈ കപ്പിലാണ് ഞാൻ അളന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ക്ലാസിക് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഈ പച്ചവെള്ളത്തിൽ ഞാൻ ഈ ക്ലാസിക് സോഡ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മുഖം കെട്ടണ്ട. ഇത് ശ്വസിച്ചാൽ ഭയങ്കര കേടാണ്. അപ്പോൾ ഞാൻ മുഖം പൊത്തിയിട്ടാണ് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂട്, നമ്മൾ പച്ചവെള്ളത്തിലാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ നല്ല ചൂടുണ്ടത്. ഇതിനി ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനോ ആയാലും സാബൂൻ ഉണ്ടാക്കാനായാലും പറ്റുള്ളൂ. സോപ്പ് ഉണ്ടാക്കാനും ഇതേപോലെ ക്ലാസിക് സോഡ അരിക്കലാണ്. അപ്പോൾ ഇത് ഒന്ന് തണുക്കാൻ അനുവദിക്കുക നമുക്ക്. അപ്പോൾ നമ്മൾ ക്ലാസിക് സോഡ നമ്മളിത് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഈ കളറ് നമ്മൊന്ന് പൊട്ടിച്ചെടുക്കണം. അതേപോലെ ചെറിയ ഒരു സ്റ്റീൽ പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 ലിറ്റർ ഓയിൽ വേണം. ഇതിപ്പോൾ കോഴി പൊരിച്ച വെളിച്ചെണ്ണ. നമ്മൾ കല്യാണം വിരുന്നൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഇത് മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് കോഴി പൊരിച്ച അന്നത്തെ വെളിച്ചെണ്ണയാണ്. നമുക്ക് കോഴി പൊരിച്ച വെളിച്ചെണ്ണ ആയാലും കാറി എണ്ണ ആയാലും ഒക്കെ അലക്ക് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ കോഴി പൊരിച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 1.5 ലിറ്റർ അളന്നെടുക്കണം.
ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ഈ ബക്കറ്റിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്നുകൊണ്ട് മാറ്റി വെക്കട്ടെ. അതിന് ശേഷം ആ 1.5 ലിറ്ററുള്ള അളവിൽ നിന്ന് മുഴുവൻ ഒഴിക്കാത്തതാണ്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനൊന്ന് നല്ലവണ്ണം ചൂടാക്കി എടുക്കണം. അതേപോലെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ഇതിലാണ് സാവ് ഉണ്ടാക്കിയിട്ട് ഒഴിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് നല്ലോണം ചെയ്ത് കൊടുക്കണം. ഈ കളറ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ സ്റ്റീൽ പാത്രത്തിൽ എണ്ണ ചൂടാക്കി എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ 1.5 ലിറ്ററിന് തന്നെ എടുക്കാം. പക്ഷേ ഇതിലേക്കൊക്കെ ഒഴിച്ച് കൊടുക്കാനുള്ളത് ആ അളവിൽ നിന്ന് കുറച്ച് കൂടുതൽ എടുത്തിട്ട് അതിൽ നിന്നാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ സാവ് ഉണ്ടാക്കണേക്ക് 1.5 ലിറ്റർ കറക്റ്റായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വെട്ടിയിട്ട് കൊടുക്കണം. ഒരു പ്രാവശ്യം തന്നെ ഞാൻ കവറ് വെട്ടിയിട്ടാതെ വെച്ച് കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടയാളം വീണത്. എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ട് ഒരു 5 മണിക്കൂറാകുന്ന സമയത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതാണ് സോപ്പിൻ്റെ ലൈന്. അപ്പോൾ അങ്ങനെ അടയാളം വീണതാണ്. ഇനി ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം. നല്ലവണ്ണം ചൂടാക്കി എടുത്ത എണ്ണയാണ്. അതിലേക്ക് ഞാൻ ഈ കളറിട്ട് കൊടുക്കാം. ഞാനിത് ഈ കംപ്ലീറ്റും ഈ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു കവറ് വെട്ടി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിങ്ങനെ വന്നിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മളെ വെളിച്ചെണ്ണയാണ്, നമ്മൾ അളന്നെടുത്ത എണ്ണയാണിത്. നമ്മളെ പ്ലാസ്റ്റിക് സോഡയാണ്. ഇത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം കുറേശ്ശായിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിത് 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഈ ബീൻ എഴുതിയ ഇതാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളിത് വാങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആ പേപ്പറിൽ തന്നെ ഉണ്ടാവും. നമുക്കിത് കുറേശ്ശെ ഇട്ട് ഇത് മുഖത്തേക്ക് പാറാതെ ശ്രദ്ധിക്കണം. കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് നല്ലവണ്ണം കട്ടയൊക്കെ അലിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇരുപത് മിനിറ്റ് ഇളക്കാനാണ് പറയുന്നത് നമ്മൾ ഈ പേപ്പറിൽ. അതിൽ 10 മിനിറ്റിൽ കുറയാതെ എന്തായാലും ഇളക്കി കൊടുക്കണം. അതേപോലെ ഇത് സോപ്പ് ഉണ്ടാക്കിയിട്ട് 3-4 ദിവസം പുറത്ത് എവിടെയെങ്കിലും വെക്കണം. റാക്കിൻ്റെ മുകളിലോ എവിടെയെങ്കിലും കുട്ടികളെ കൈയൊക്കെ തട്ടാത്തോട്ട് വെച്ചാൽ മതി. അതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് കവറിലിട്ട് വെക്കുക.
രണ്ടാഴ്ചയെങ്കിലും കഴിയണം ഇത് ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ സോപ്പ് നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാബുവിന് ഇത്ര കളർ എന്താ വെച്ചാൽ കോഴി പൊരിച്ച വെളിച്ചെണ്ണ നമ്മൾ കളറൊക്കെ ചേർത്തിട്ടാണല്ലോ കോഴിയൊക്കെ പൊരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ കളറ്. പിന്നെ നമ്മൾ കളറ് ചേർത്തിട്ടുമുണ്ട് സാബുവിനുള്ള. മിനിറ്റ് വരെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി, നമ്മൾ എത്രയും ഇളക്കി കൊടുക്കണോ അത്രയും അതാണ്. 20 മിനിറ്റാണ് അവർ പറയുന്ന അളവ്. ഇനി നമുക്ക് മിശ്രിതം ഒഴിച്ച് കൊടുക്കണം. ഇതാണ് ഇത്. കൈമലൊക്കെ തട്ടിയാൽ നല്ല ചൊറി കിട്ടും. ഇതാണ് നമ്മൾ സാവോനൊക്കെ ഉണ്ടാവും, നമ്മളെ പദം ഉണ്ടാവുമല്ലോ അതിനുള്ള ഇതാണ്. ഇതാണ് മെയിനായിട്ട് കൈമ തട്ടാതെ ശ്രദ്ധിക്കേണ്ടത്. കൈൻ്റെ ഉള്ളിൽ തട്ടിച്ചിട്ട് കുഴപ്പമില്ല, പുറഭാഗത്ത് തട്ടിയാൽ അത് ചൊറിച്ചിലായിരിക്കും. അഥവാ എന്തെങ്കിലും സാഹചര്യത്തിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം കഴുകിയെടുക്കണം. കൂടുതൽ വെള്ളത്തിൽ വെച്ചിട്ട് കഴുകുകയാണ് വേണ്ടത്. ഇതിനി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. ഒരു 10-15 മിനിറ്റെങ്കിലും ഇതും വേണം നല്ല മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സുഗന്ധദ്രവ്യം ഒഴിച്ചു കൊടുക്കും. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഒരു 4 മണിക്കൂർ കഴിയട്ടെ. അതിന് ശേഷം ചിലപ്പോൾ 4 മണിക്കൂറാകുമ്പോഴേക്കും അത്യാവശ്യം ഉറച്ച് കിട്ടും. ഇല്ലയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എത്ര സമയമായിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ സാവോൻ ഉണ്ടാക്കിയിട്ട് 3 മണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലവണ്ണം ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്യാനുള്ള ചെറുങ്ങനെ അധികം ആഴത്തിലൊന്നും വരണ്ട ഒരു അടയാളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ട്രേ സാവോൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാക്കാറ്. 2 ട്രേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ മാസങ്ങൾ 2 മാസത്തിൽ 3 മാസത്തിലേറെ നമ്മൾ അലക്കണീനനുസരിച്ച് ഉണ്ടാവും. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഇത് ഒരു സൈഡ് ഞാൻ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടി ഇങ്ങനെ കട്ട് ചെയ്യാനുള്ളത് ഇതേപോലെ വരഞ്ഞ് കൊടുക്കണം. ഇത് സ്റ്റീലിൻ്റെ ട്രേ കേക്ക് ഉണ്ടാക്കുമല്ലോ അതിന്മേലൊക്കെ ക്രീം തേക്കണ ചട്ടകാണിത്. കത്തി കൊണ്ടും വരഞ്ഞു കൊടുക്കാം, അതിനും കുഴപ്പമൊന്നുമില്ല. കത്തി കൊണ്ട് വരഞ്ഞു വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇനിയിപ്പോൾ ഞാനിത് നാളെ രാവിലെ കൊട്ടുള്ളൂ, ഇന്ന് പുറത്തേക്ക് എടുക്കുള്ളൂ.
ഇപ്പോൾ സമയം രാത്രി 7:15. അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ വൈകുന്നേരം അസർ നിസ്കരിച്ചതിന് ശേഷമാണ് ഉണ്ടാക്കി തുടങ്ങിയത്. ഇപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചാൽ എന്താ കൊണ വിചാരിച്ചാൽ, ഇപ്പോൾ വീട്ടിൽ കുട്ടികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇത് കട്ട് ചെയ്ത് ഈ ട്രേ തന്നെ ഇട്ടിട്ട് ഞാൻ റാക്കിൻ്റെ മേലേക്ക് കയറ്റി വെക്കുക ചെയ്യുക. പിന്നെ 4 ദിവസം കഴിഞ്ഞതിന് ശേഷം കവറിൽ കെട്ടി വെക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കുമ്പോഴായാലും സാവ് ഉണ്ടാക്കുമ്പോഴായാലും വെക്കാനായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ വെക്കും. അപ്പം ഇനി ഇത് നാളെ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് കാണിച്ചു തരേണ്ടത്. പിന്നെ 4 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ മേലിൽ നിന്നും ബൂറി വന്ന എണ്ണയാണിത്. അപ്പോൾ കൂടുതലുണ്ടായാൽ ഇതേപോലെ വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കത് ഊറ്റിയെടുക്കുക. ചില പാക്കറ്റിൽ നമ്മൾ പറഞ്ഞ അളവുണ്ടാവില്ല. പൊടി അളവ് കുറയുമ്പോഴാണ് എണ്ണ കൂടുതലായി കിട്ടുക. അപ്പോൾ നിങ്ങൾ 1.5 ലിറ്റർ തന്നെ ചേർക്കണം. ചില പൊടി കൂടുതലുണ്ടാവും. ഒരു തുള്ളി പോലും എണ്ണ വരാത്ത സന്ദർഭം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണത്തിൽ നിന്നും കൂടി എടുത്തതാണ്. ഇത് നമുക്ക് പുറത്ത് ഒഴിവാക്കൊന്നും വേണ്ട. നമ്മൾ ആ കോഴി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞല്ലോ, ആ ടിന്നിക്ക് തന്നെ ഞാനിത് ഒഴിച്ച് വെക്കും. ഇനി സോപ്പ് ഉണ്ടാക്കുന്ന സമയത്തും അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇപ്പം നമ്മുടെ സാവോന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 സൈഡും ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കാം. എന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ വെച്ചതാണ്, അതിലേക്ക് അമർത്തി കൊടുക്കുകയാണ്. അത് നമ്മൾ ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ചെയ്തിരുന്നത്. രാത്രിയായിരുന്നു ഈ സാവോൻ ഉണ്ടാക്കി വെച്ചത്. ഇന്നിപ്പോൾ രാവിലെയാണ് ഇത് കട്ട് ചെയ്യണത്. ഇതിങ്ങനെ അടയാളം വെച്ച് കൊടുത്താൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും കട്ട് ചെയ്യുക. ഈ 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനിത് കവറിൽ കെട്ടി വെക്കുള്ളൂ. സാവോന് ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുക. ഞാൻ സാധാരണ എന്താ ചെയ്യൽ വെച്ചാൽ 2 പാക്ക് ഒന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ട്രേയിൽ ഒഴിച്ച് വെക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സാവോന് നല്ല കട്ടിക്ക് കിട്ടും. എന്നുവെച്ചാൽ ഇതിലേറെ കട്ടിയിലുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും സാവോന്. അപ്പം ഇത്ര തിക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ വീഡിയോ എടുക്കാനായതുകൊണ്ട് ഞാൻ ഓരോ പാക്കറ്റും ഓരോ ഇതിലാക്കി കൊടുത്തതാണ്. ഞാൻ ഇത് ഇങ്ങനെ തന്നെ വെക്കട്ടെ. 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനിത് കവറിൽ പാക്കാക്കി വെക്കുള്ളൂ. ഇപ്പം നമ്മൾ സാവോന് 4 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഞാനിത് 2 തൊട്ടിപ്പാത്രത്തിൽ കൂടി ഇങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. നമുക്ക് ഓരോരോ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളടുത്ത് ഇങ്ങനത്തെ ബോക്സുകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓരോരോ കവറിൽ കെട്ടിയിട്ട് വെച്ച് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇതിൽ തന്നെ സാവോനിട്ട് വെച്ചിരുന്നതാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് വെക്കുകയാണ്. ഇനി 22 ദിവസമെങ്കിലും കഴിയണം ഇത് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതിലാക്കിയിട്ട് എടുത്ത് വെക്കുക. ഞാൻ ഈ തൊട്ടിപ്പാത്രത്തിലുള്ളത് ഈ പേപ്പറിലേക്ക് കൊട്ടി കൊടുക്കും.
അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതിൻ്റെ കവർ ഇതിലുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നില്ല. ഇനി നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റും, കൈകെടുത്ത് വെച്ചാൽ. ഇപ്പം വേണ്ട, നിങ്ങൾക്ക് എത്ര കട്ടിക്കാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ സാവ് ഉണ്ടാക്കുമ്പോൾ ഇട്ട് ചെയ്യുന്ന പാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഇതെന്ന് വെച്ചാൽ വേറൊന്നും പറയാനില്ല, ഇതിൻ്റെ മൂടിക്കൊരു പൊട്ടുണ്ട്. അപ്പോൾ ഒരു കവറിട്ടിട്ട് അടച്ചു കൊടുക്കുക, ടൈറ്റാക്കി അടച്ചു കൊടുക്കുക. ഇത് നമ്മൾ കവറിലാണ് കെട്ടി വെക്കേണ്ടത്. അപ്പോൾ മറ്റേ മൂടിക്ക് കവറിൽ അതിൽ എയർ വരില്ല. അപ്പോൾ കവറിൽ കെട്ടി വെക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മൂടിക്ക് ഓട്ടം ഉണ്ടായതുകൊണ്ട് അത് നല്ലോണം കവറിട്ടിട്ട് അടച്ചു കൊടുക്കും. മറ്റേ പാത്രത്തിന് ഓട്ടയൊന്നുമില്ല, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാറ്. അതെന്തിനാണെന്നറിയില്ല, നിങ്ങൾ കവറിൽ കെട്ടി വെക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എയർ കിടക്കാതെ വെക്കണം എന്നുണ്ടായിരിക്കും, അതിനെപ്പറ്റി എനിക്കും അറിയില്ല. അതിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇത് നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് കവറിട്ടിട്ടും അടച്ചു കൊടുക്കുക, പേപ്പർ ഇട്ടിട്ടും അടച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പേപ്പർ ഇട്ടിട്ടാണ് അടച്ചു കൊടുക്കുന്നത്. അധികം ടൈറ്റൊന്നും വേണ്ട. അപ്പോൾ ഉണ്ടോ, ഇതിന് പൊട്ടൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 22 ദിവസം കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുക. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.